ഫണ്ടമെൻ്റൽസ് ആൻഡ് ബേസിക്സിലെ 3ാമത്തെ ചാപ്റ്ററിലെ 4ാമത്തെ ടോപ്പിക് കളേഴ്സ്. ഗ്രാഫിക് ഡിസൈനിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലമെൻറ്റ്സിൽ ഒന്നാണ് കളർ. ഒരു ഡിസൈൻ കാണുന്ന ആളുടെ ബ്രെയിൻ സബ് കോൺഷ്യസ്ലി അതിലെ കളറിനെ പ്രോസസ്സ് ചെയ്യും. ചുമപ്പ് കണ്ടു കഴിഞ്ഞാൽ ഡേഞ്ചർ ആണെന്നും അല്ലെങ്കിൽ ഹൈലി ഇമ്പോർട്ടൻസ് ആവശ്യമുള്ളതാണെന്നും, ഗ്രീൻ കണ്ടു കഴിഞ്ഞാൽ സേഫ് അല്ലെങ്കിൽ നാച്ചുറൽ ആണെന്നും, യെല്ലോ കണ്ടു കഴിഞ്ഞാൽ വാണിംഗ് അല്ലെങ്കിൽ ശ്രദ്ധ ആവശ്യമുള്ളതാണെന്നും മനസ്സിലാക്കാനും ബ്രെയിനിന് സാധിക്കും. സബ് കോൺഷ്യസ് ബ്രെയിൻ്റെ ഈ ഒരു പ്രോപ്പർട്ടി ഒരു ഡിസൈനർ എന്ന രീതിയിൽ നമ്മൾ യൂട്ടിലൈസ് ചെയ്യേണ്ടതാണ്. നമ്മുടെ വർക്കിൽ ഒരു ഇമോഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാനും വിഷ്വൽ അപ്പീൽ കൊണ്ടുവരാനും ആൾക്കാരുടെ മനസ്സിൽ ഒരു ഇൻട്രസ്റ്റ് കൊണ്ടുവരാനും കളറിൻ്റെ പ്രോപ്പറായിട്ടുള്ള യൂസേജ് അനിവാര്യമാണ്. ഒരു ആർട്ടിസ്റ്റ് എന്ന പോലെ ഒരു ഡിസൈനറിനും കളർ തിയറി അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. കളറുകൾ എങ്ങനെ മിക്സ് ചെയ്ത് കോമ്പിനേഷനും മറ്റ് കളേഴ്സും ഉണ്ടാക്കാമെന്നും ഈ കളേഴ്സിൻ്റെ വിഷ്വൽ എഫക്ട്സ് എന്താണ് എന്നതുമാണ് വിഷ്വൽ ആർട്സിൽ കളർ തിയറിയിൽ പറയുന്നത്. അതേസമയം ഗ്രാഫിക് ഡിസൈനിലേക്ക് വരുമ്പോൾ ഓരോ കളറിൻ്റെയും ഇമ്പോർട്ടൻസ് എന്താണെന്നും അത് യൂസറിനെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു എന്നും നമ്മൾ പഠിക്കും. സ്യൂട്ടബിൾ ആയിട്ടുള്ള കളേഴ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് കളർ വീൽ. കളർ വീലിൻ്റെ വിവിധ എക്സാമ്പിളാണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഈ ഒരു ടൂളിൻ്റെ സഹായത്തോടെ പ്രൈമറി, സെക്കൻഡറി, ടെർഷറി കളേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തേത് പ്രൈമറി കളേഴ്സ്. മറ്റ് കളേഴ്സ് യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ ഫോം ചെയ്യാത്ത കളേഴ്സിനെയാണ് പ്രൈമറി കളേഴ്സ് എന്ന് പറയുന്നത്. അതേസമയം കളർ വീലിലെ ബാക്കി കളേഴ്സൊക്കെ പ്രൈമറി കളേഴ്സ് തമ്മിൽ മിക്സ് ചെയ്ത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ആർട്ടിൻ്റെ കാര്യം നോക്കുമ്പോൾ റെഡ്, യെല്ലോ, ബ്ലൂ ഇവ മൂന്നുമാണ് നമ്മൾ പ്രൈമറി കളേഴ്സായിട്ട് പറയുന്നത്. അതേസമയം രണ്ട് പ്രൈമറി കളേഴ്സ് തമ്മിൽ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന കളറിനെയാണ് സെക്കൻഡറി കളർ എന്ന് പറയുന്നത്. അതായത് യെല്ലോയും ബ്ലൂവും നമ്മൾ മിക്സ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഗ്രീൻ കളർ കിട്ടും. അതേപോലെ റെഡും ബ്ലൂവും ആണ് മിക്സ് ചെയ്യുന്നതെങ്കിൽ പർപ്പിളും, ഇനി യെല്ലോയും റെഡും ആണ് മിക്സ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് സെക്കൻഡറി കളറായിട്ടുള്ള ഓറഞ്ചും കിട്ടും. അതേസമയം ഒരു പ്രൈമറി കളർ അതിൻ്റെ അടുത്ത് കിടക്കുന്ന സെക്കൻഡറി കളറുമായിട്ട് മിക്സ് ചെയ്യുമ്പോഴാണ് ടെർഷറി കളേഴ്സ് നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു കളർ വീലിൽ പ്രൈമറി കളേഴ്സ് ഏതാണെന്നും സെക്കൻഡറി കളേഴ്സ് ഏതാണെന്നും ടെർഷറി കളേഴ്സ് ഏതാണെന്നും മാർക്ക് ചെയ്തിട്ടുണ്ട്. അതേസമയം നമ്മുടെ മീഡിയം മാറുന്നതിനനുസരിച്ച് പ്രൈമറി കളേഴ്സും മാറും. ഇപ്പോൾ നമ്മൾ കാണുന്നത് ട്രഡീഷണൽ ആർട്ടിലെ പ്രൈമറി കളേഴ്സാണ്. അതേസമയം ലൈറ്റിൻ്റെ കാര്യമാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ അതിൽ പ്രൈമറി കളേഴ്സിന് വ്യത്യാസമുണ്ട്. ലൈറ്റിൽ പ്രൈമറി കളേഴ്സ് അല്ലെങ്കിൽ അഡിക്റ്റീവ് പ്രൈമറി കളേഴ്സ് എന്ന് പറയുന്നത് റെഡ്, ഗ്രീൻ, ബ്ലൂ ആണ്, അതായത് RGB. ഇതിൽ റെഡും ഗ്രീനും ലൈറ്റ് ചേരുമ്പോഴാണ് യെല്ലോ ലൈറ്റ് ഫോം ചെയ്യുന്നത്. അതേപോലെ തന്നെ ഗ്രീനും ബ്ലൂവും ലൈറ്റ് ചേരുമ്പോൾ സിയാനും, ബ്ലൂവും റെഡും ലൈറ്റ് ചേരുമ്പോൾ മജന്തയും, ഇവ മൂന്നും കൂടി ചേരുമ്പോൾ വൈറ്റും ഫോം ചെയ്യും. എന്നാൽ RYB ഫോർമാറ്റിൽ നമുക്ക് സെക്കൻഡറി കളേഴ്സ് ആയിട്ട് കിട്ടുന്നത് ഗ്രീനും ഓറഞ്ചും പർപ്പിളുമാണ്. നമ്മൾ പെയിൻറ്റിങ്ങിനൊക്കെ ആയിട്ട് കളർ മിക്സ് ചെയ്യുമ്പോൾ ഈ ഒരു ഫോർമാറ്റാണ് യൂസ് ചെയ്യാറ്. അതേസമയം പ്രിൻറ്റിംഗ് ഫോർമാറ്റിലേക്ക് വരുമ്പോൾ അവിടെ യൂസ് ചെയ്യുന്ന പ്രൈമറി കളേഴ്സ് സബ്ട്രാക്റ്റീവ് ആണ്. അതായത് CYMK, സിയാൻ, യെല്ലോ, മജന്ത, K സൂചിപ്പിക്കുന്നത് ബ്ലാക്കിനെയാണ്. അതായത് ലൈറ്റിൻ്റെ കാര്യത്തിലുള്ള പ്രൈമറി കളേഴ്സ് ആയിട്ടുള്ള റെഡ്, ഗ്രീൻ, ബ്ലൂ ഇവിടെ സെക്കൻഡറി കളേഴ്സും ലൈറ്റിലെ സെക്കൻഡറി കളേഴ്സ് ആയിട്ടുള്ള സിയാൻ, യെല്ലോ, മജന്ത ഇവിടെ പ്രൈമറി കളറും ആകുന്നു. നമ്മൾ നമ്മുടെ വീട്ടിൽ വരുന്ന പത്രവും മാഗസീനും ഒക്കെ എടുത്ത് അതിലത്തെ പിക്ചേഴ്സ് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ യൂസ് ചെയ്യുന്നത് ഈ ഒരു CYMK ഫോർമാറ്റ് തന്നെയായിരിക്കും. ഒരു ഡിസൈനർ എന്ന രീതിയിൽ എല്ലാ കളേഴ്സും നമുക്ക് റെഡിലി അവൈലബിൾ ആയതുകൊണ്ട് തന്നെ എന്ത് മിക്സ് ചെയ്താൽ എന്ത് കിട്ടുമെന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഏത് ഫോർമാറ്റ് എവിടെയാണ് യൂസ് ചെയ്യുന്നത് എന്ന് അറിഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. ഇത് കൂടാതെ ധാരാളം വേരിയേഷൻസും അതേപോലെ പ്രോപ്പർട്ടീസും കളറിന് വരുന്നുണ്ട്. അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കളർ തിയറിക്ക് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സെക്ഷനിൽ പഠിക്കും. സോ ഇനി നമുക്ക് നമ്മുടെ എക്സാമ്പിൾ ഡിസൈനിൽ കളറിൻ്റെ യൂസ് എവിടെയൊക്കെയാണോ വന്നേക്കുന്നത് എന്നൊന്ന് അനലൈസ് ചെയ്യാം. ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോലത്തെ ഒരു ഓൾഡ് ന്യൂസ് പേപ്പറിൻ്റെ ഡിസൈൻ ടെംപ്ലേറ്റ് ആയതുകൊണ്ട് തന്നെ കളറിൻ്റെ യൂസേജ് ഇതിൽ കുറവാണ്. പക്ഷെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഈ ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു കണ്ടന്റ് കൊടുത്തേക്കുന്നത് ഒരു റെഡ് ബോക്സിലാണ്. അതായത് മാക്സിമം അതിന് ഇമ്പോർട്ടൻസ് കിട്ടാനും അതേപോലെ റെഡ് കാണുമ്പോൾ ശ്രദ്ധ പെട്ടെന്ന് അങ്ങടേക്ക് ചെല്ലാനും വേണ്ടിയിട്ടാണ് അവിടെ അത് റെഡിൽ വെച്ചേക്കുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് പേജിൽ ക്രിസ്മസ് ഈസ് ഹിയർ എന്നുള്ള ആ ഒരു പോർഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ചെയ്തിരിക്കുന്ന കളർ യൂസേജ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒന്നാണ്. ഇവിടെ ടൈറ്റിലിന് ഉപയോഗിച്ചിരിക്കുന്നത് റെഡ് കളറും അതേപോലെ ആ ഒരു ഡിയറിൻ്റെ പടത്തിന് യൂസ് ചെയ്തേക്കുന്ന പച്ച കളറുമാണ്. ഒരിക്കലും ഒരിടത്തും ഒരു മാനിൻ്റെ അല്ലെങ്കിൽ ഡിയറിൻ്റെ കളർ പച്ചയല്ല. പിന്നെ എന്തുകൊണ്ട് നമ്മളിവിടെ പച്ച ഉപയോഗിച്ചിരിക്കുന്നു? ഇത് സിംബോളിക് ആയിട്ടുള്ളൊരു യൂസേജ് ആണ്.
അതായത് ക്രിസ്മസ് എന്ന് ആലോചിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ വരുന്ന കളേഴ്സ് ഏതൊക്കെയാണ്? റെഡ്, വൈറ്റ്, ഗ്രീൻ. ഈ 3 കളേഴ്സുമാണ് ക്രിസ്മസുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ റെഡും ഗ്രീനുമാണ് നമ്മളിവിടെ യൂസ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒരു ഓഫ് വൈറ്റ് ആയതുകൊണ്ട് വൈറ്റ് ഇവിടെ യൂസ് ചെയ്തിട്ടില്ല. പക്ഷേ ഈ കളർ കാണുമ്പോൾ തന്നെ ക്രിസ്മസിനെ പറ്റിയിട്ടുള്ള കുറേ ചിത്രങ്ങളും ക്രിസ്മസ് ട്രീയും സാന്താക്ലോസിൻ്റെ ആ പടമൊക്കെ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരാനായിട്ട് ഈ 2 കളേഴ്സ് ഹെൽപ്പ് ചെയ്യും. ഈ കളർ കോമ്പിനേഷൻ ഇവിടെ യൂസ് ചെയ്തിട്ടില്ലായിരുന്നു എങ്കിൽ ഈ 2 കളറിന് പകരം വേറെ ഏതെങ്കിലും കളറായിട്ടുള്ള യെല്ലോയോ ഓറഞ്ചോ പർപ്പിളോ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം കിട്ടുന്ന ഒരു ക്രിസ്മസിൻ്റെ ഫീല് കിട്ടില്ല. അതായത് ബാക്കി ന്യൂസൊക്കെ എഴുതിയേക്കുന്ന പോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് ഇത് വന്നിരുന്നതെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇതൊന്ന് നോക്കി പോവുമായിരുന്നുള്ളൂ. പക്ഷെ ഈ 2 കളേഴ്സ് ആഡ് ചെയ്തതിലൂടെ ഇത് കാണുന്ന ആളുടെ ബ്രെയിനിൻ്റെ വർക്ക് നമ്മൾ എളുപ്പമാക്കുകയാണ് ചെയ്തത്. ഇതേപോലെ തന്നെ കളേഴ്സ് യൂസ് ചെയ്തിട്ട് പല ഇമോഷൻസും മെമ്മറീസും ഒക്കെ നമുക്ക് ഒരു പർട്ടിക്കുലർ ഡേറ്റയായിട്ട് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു ഡിസൈനർ എന്ന രീതിയിൽ ഇത് യൂട്ടിലൈസ് ചെയ്യുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇനി നമ്മൾ ഇവിടെ നിന്ന് മുകളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 2 സ്ഥലങ്ങളിലായിട്ട് ബ്ലൂവും യെല്ലോയും അല്ലെങ്കിൽ ബ്ലൂവിൻ്റെയും ഓറഞ്ചിൻ്റെയും ഷെയ്ഡ് വരുന്ന 2 കളേഴ്സ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അതിൽ ബ്ലൂവിൻ്റെ കോംപ്ലിമെൻ്ററി കളറാണ് ഓറഞ്ച് എന്നുള്ളത് കൊണ്ട്, അതായത് ബ്ലൂവിൽ ഏറ്റവും എളുപ്പത്തിൽ കാണാൻ സാധിക്കുന്ന കളറാണ് ഓറഞ്ച് അല്ലെങ്കിൽ യെല്ലോയിഷ് കളർ എന്നതുകൊണ്ടാണ് നമ്മളിവിടെ ഈ ഒരു ബ്ലൂ യെല്ലോ കളർ കോമ്പിനേഷൻ ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. എന്താണ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് കോംപ്ലിമെൻ്ററി കളേഴ്സ് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ കളറിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോയിൽ പഠിക്കും. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് വിഷ്വൽ എലമെൻ്റ് എന്ന് പറയുന്നത് ടെക്സ്ചറാണ്. ഈ കാര്യങ്ങളൊക്കെ നോട്ട്സ് എഴുതിയെടുക്കേണ്ടവർ നോട്ട്സ് എഴുതിയെടുക്കുക. നമ്മുടെ കോഴ്സിൻ്റെ പീരീഡ് കഴിഞ്ഞാൽ പിന്നെ വീഡിയോസ് ഒന്നും അവൈലബിൾ ആയിരിക്കില്ല. അതുകൊണ്ട് ആ ടൈമിനുള്ളിൽ വീഡിയോസ് ഒന്നിലധികം തവണ കാണുക, നോട്ട്സും മറ്റും കാര്യങ്ങളൊക്കെ എഴുതിയെടുക്കുക.